അല്ല, ഈ ആകെ 3 ലോഡ് കല്ലാൻ വേണ്ടിയേ. അതിനിപ്പോ 2 ലോഡിന്റെ പൈസ എന്റെ കയ്യിലായില്ലേ. ഇപ്പൊ എനിക്ക് പൈസ തന്നതാ. 2 ലോഡിന്റെ പൈസ അല്ലേ ചേള്? ഒരു ലോഡിന്റെ കൂടെ നിർത്തില്ല. വണ്ടി വർക്ക്ഷോപ്പിലുള്ളൂ. വണ്ടി ഇറങ്ങിയാലല്ലേ കല്ല് ഇറക്കാനാവും. പൈസ ഞാൻ തരാം. ഈ ബാക്കിൽ കെട്ടിന്റെ അവസ്ഥ നീ കണ്ടിക്കല്ലോ. നാളെ വണ്ടി ഇറങ്ങിയാല് മറ്റന്നാക്കി സാധനം കിട്ടണം. ആരും ചോദിക്കാനാ? വണ്ടി ഇറങ്ങിയാല് ആദ്യത്തെ ലോഡ് ഇങ്ങോട്ടല്ല. ആയിക്കോട്ടെ, ഞാൻ പൈസ എടുത്തു തരാം. ഹലോ. കോരി സമരമൊക്കെ ആയല്ലോ, ഒക്കെ ഇപ്പൊ റെഡിയാക്കി. വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. നിങ്ങള് 300 അടി എംസാൻഡ് അല്ലേ പറഞ്ഞ്? ഓക്കെ. അത് നാളെ എന്തായാലും എത്തൂ കേട്ടോ. നാളെ എന്തായാലും ഇറക്കി തരാം. അല്ലല്ല, ഒരു മാറ്റമില്ല. ഇല്ല, ഇനി അങ്ങനെ ഇല്ല, മാറ്റമൊന്നുമില്ല. ഇറക്കി തരൂ. ആയിക്കോട്ടെ. അങ്ങനെ ആയിപ്പോയിട്ടാ കുടിപ്പോയാ. ഓക്കെ. ഞാൻ അങ്ങോട്ട് ഇറങ്ങ്. നീ എത്ര ദിവസമായിടോ ഇങ്ങനെ പറ്റിക്കുന്നേ? അത് ഓരോരോ പ്രശ്നങ്ങളായിട്ടാണ്. എന്ത് പ്രശ്നോ? ഇപ്പൊ 10 ദിവസമായില്ലെങ്കിൽ ഇങ്ങോട്ട് പൈസ വാങ്ങിപ്പോയിട്ട് ഇപ്പൊ കല്ലുമില്ല, പൈസയില്ല. എന്താണ് എന്റെ അവസ്ഥ? നിങ്ങൾ അങ്ങനെ ഒന്നും പറയല്ലേ. പൈസ വാങ്ങിപ്പോയിക്കില്ല, ശരിയാ. പിന്നാണ് കോറില്ല ഓർക്കസ്ട്രക്ക്. പിന്നെ ടിപ്പർ ദിവസം വർക്ക്ഷോപ്പിലൊക്കെ ആയിപ്പോയി. അങ്ങനെ ലോടി ആയിട്ടാണ്. എന്തായാലും നാളെ ഇറക്കി തരും. ഒരു മാറ്റം ഉണ്ടാവും. ഇന്റെ അവസ്ഥയും കൂടി ഞാൻ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അന്ന് കല്ലെടുക്കാൻ പറഞ്ഞ സമയത്ത് കുറച്ചേ ഇടിഞ്ഞില്ലായിരുന്നു. ഇപ്പെല്ലാം കൂടി ഇടിഞ്ഞിടിഞ്ഞ് താറിന്റെ അടുത്ത് എത്തിക്ക്. ഇങ്ങനത്തെ മഴ പെയ്യാണെങ്കിൽ ആ പുരെല്ലാം കൂടി വീണ് താഴെ പോകില്ലേ. അതുകൊണ്ടാണ് എന്നോട് പറയുന്നത്. നിങ്ങളെ വിഷമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ജീവനോടുണ്ടെങ്കിൽ നാളെ കല്ലെടുക്കി തരും. ഒരു മാറ്റം ഉണ്ടാവും. നാളെ ഒരു ദിവസം കൂടി ഞാൻ കാത്തിക്കാം. നാളെ എനിക്ക് കല്ല് കിട്ടിയില്ലെങ്കിൽ ബാക്കി നമ്മൾ പിന്നെ പറയാം. മോനെ, എന്തോ കാലിന് നല്ല വേദന ഉണ്ട്. 2-3 ദിവസമായി ഗുളികയും മരുന്നും തീർന്നിട്ട്. ആണെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനാകുമോ മോനെ? നമ്മൾ നോക്കുക. നാളെ ഇപ്പം എന്തായാലും 2-3 ലോഡ് എംസാൻഡോ 2 ലോഡ് കല്ലൊക്കെ അടിക്കാണ്ട്. അത് അടിച്ചിട്ട് പൈസ കിട്ടല്ലോ. മറ്റന്നാൾ പോവാൻ നോക്കുന്നാൽ. മോനെ, എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ പാപ്പ അറിയുന്നുണ്ട്. ഞാൻ വണ്ടി വർഷാപ്പിലായത് എനിക്ക്
വേദന കൊണ്ട് പറഞ്ഞു. അതൊന്നും സാരല്ല അപ്പേ, ഇങ്ങനെല്ലാം കൂടി ആയിപ്പോയിട്ടാണ്. ഒക്കെ സോൾവ് ആവും, പട്ടണമാകുമ്പോൾ പോവുകയും ചെയ്യാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യല്ലേ മോനെ. ഹലോ, ഞാൻ ശുക്കൂറാടോ. എന്താടാ? അയ്യമ്മ ഗ്രൂപ്പ് നോക്കിനോ? ഇല്ല. ടൂറിസമൊക്കെ കഴിഞ്ഞ ശേ വേറെ നല്ലൊരു പണി കിട്ടിക്ക് ഒന്ന് നോക്കിക്കാളൂ. ആ ഓക്കെ ഓക്കെ, നോക്കാം നോക്കാം. ഓക്കെ. ഓ അടച്ചറബേ, എന്താ ചെയ്യാ? നാളെ ഒരു ദിവസം കൂടി ഞാൻ കാത്തിട്ട. നാളെ എനിക്ക് കല്ല് കിട്ടിയില്ലെങ്കിൽ ബാക്കി നമ്മൾ പിന്നെ പറയാം. കാലിന് നല്ല വേദനയുണ്ട്. 2-3 ദിവസമായി ഇനിയും മരുന്ന് തീർന്നിട്ട്. അതെങ്കിലും ഹോസ്പിറ്റലിൽ ഓക്കെ ഓക്കെ, അത് നാളെ എന്തായാലും എത്തും. നാളെ എന്തായാലും ഇറക്കി തരാം. അല്ലല്ല, ഒരു മാറ്റമില്ല. ഇല്ല ഞാൻ ഇല്ല, മാറ്റമൊന്നുമില്ല, ഇറക്കി തരും. എന്ത് പറ്റി മോനെ? എന്ത് പറ്റാനാപ്പേ? നിങ്ങൾ ഇത് നോക്കി, മഴ പെയ്താൽ ഇതാണ് അവസ്ഥ. അല്ലാത്ത ദിവസങ്ങളിൽ പോലീസിന്റെ RTOന്റെ ചെക്കിങ് കാര്യം മുഴുവനും, അതല്ലാത്ത ദിവസം സ്കൂളിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ വെറുതെ പോവാ, രാവിലെയും വൈകുന്നേരം. ഇതൊക്കെയാണ് ടിപ്പറാരുടെ അവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരേ കാര്യം വാങ്ങാൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ. സാരല്ല മോനെ, ഞാനും വണ്ടിയിൽ പോകുന്ന കാലത്ത് ഇതൊക്കെ തന്നെ. ഏത് കാലത്തും ലോറിക്കാരവസ്ഥ ഇത് തന്നെ.